എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഡയറക്റ്റ് വ്ളോഗിൽ വന്ന് സംസാരിക്കുന്നത്. ഞാൻ ഇതുവരെയ്ക്ക് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ഞാൻ ക്യാമറയുടെ മുൻപിൽ വന്നിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. എന്നെപ്പോലെ സ്റ്റാർട്ടപ്പ്, അതായത് യൂട്യൂബ് തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെയും എത്താത്ത, അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് എത്തിയിട്ടുണ്ട്, മുന്നോട്ട് പോകാൻ സ്ട്രഗിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു 1K അതായത് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ആവാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു സൊല്യൂഷൻ എന്ന് പറയാനായിട്ട് അവർക്ക് അറിയില്ല എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന എന്താ, നോർമലി ഒരു യൂട്യൂബറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സ് അവരെങ്ങനെ ഡെവലപ്പായി എന്നുള്ളൊരു വീഡിയോ എടുത്ത് നമ്മൾ യൂട്യൂബിൽ തന്നെ നമ്മൾ തന്നെ കാണും. അപ്പോൾ അതിനകത്ത് അവർ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ അത് ചെയ്തിട്ടും മുന്നോട്ട് പോകാൻ സ്ട്രഗിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് പേര് നമുക്കിടയിലുണ്ടാവും. അതായത് ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ ട്രൈ ചെയ്തിട്ടും ഇത് ഞാൻ ചെയ്തിട്ട് ശരിയാവുന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്ത ഒരുപാട് പേര് എനിക്ക് തന്നെ പേഴ്സണലി അറിയാം. ഇനി മതി, ഞാനിനി എത്ര ചെയ്തിട്ടും കാര്യമില്ല. കാരണം നമ്മൾ ഈ യൂട്യൂബേഴ്സിൻ്റെ, അതായത് എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ഞാനടക്കമുള്ള ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കാണുമ്പോൾ സത്യാവസ്ഥ ആരും പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു ഒട്ടനവധി 1, 2 അല്ലെങ്കിൽ 10, 20 ഒന്നുമല്ല, ഒട്ടനവധി യൂട്യൂബേഴ്സിൻ്റെ ചാനൽസ് ഞാൻ കണ്ടു. അപ്പോൾ അവർക്ക് എങ്ങനെ 1K ആയി, അവരെങ്ങനെ ഫോളോവേഴ്സിനെ കൂട്ടി എന്നുള്ള വീഡിയോസൊക്കെ വളരെ ചുരുക്കം ചിലർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒട്ടുമിക്ക പേരും ഇതിൽ ടാഗ് എങ്ങനെ ചെയ്യണം, #ടാഗ് എങ്ങനെ ഇടണം, കണ്ടന്റ് ഏതെല്ലാം എടുക്കണം, അതിനെക്കുറിച്ചൊക്കെയുള്ള സംസാരമാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത്. പക്ഷേ നമ്മളൊരു 1000 പേര്, അതായത് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും അതൊരു ചെറിയ സ്ട്രഗിൾ അല്ല. കാരണം യൂട്യൂബ് തുടങ്ങാന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന, ഇപ്പോൾ ചെറിയ കുട്ടികൾ വരെ ഉണ്ട്. എന്നിരുന്നാൽ പോലും എനിക്കിനി ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ഇതിനകത്തോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വേറൊരാളുടെ സജഷൻ എടുക്കുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ ചാനൽ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് എത്രത്തോളം അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മളുടെ ടൈം, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന് വേണ്ടിയിട്ട് കളഞ്ഞിട്ടായിരിക്കും. എന്നിട്ടും അത് ക്ലിക്ക് ആവുന്നില്ല, ഡെവലപ്പ് ആവുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പം നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ എടുത്ത് നോക്കും. അപ്പോൾ അവർ പറയും #ടാഗ് ഇങ്ങനെ ഇടണം, ടാഗ്സ് ഇങ്ങനെ കൊടുക്കണം, ഹെഡ്ലൈൻസ് ഇങ്ങനെ കൊടുക്കണം, തംബ്നെയിൽ ഇങ്ങനെ കൊടുക്കണം, കണ്ടന്റ് ഇതുപോലെ ആയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ പ്രയത്നിച്ചിട്ടും ഇതെല്ലാം ചെയ്തിട്ടും എവിടെ എത്താതെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മുടെ പ്രശ്നം തന്നെയാണ് ഇത്, അല്ലേ, നമ്മുടെ പ്രശ്നം തന്നെയാണ്, എനിക്ക് പറ്റുന്ന പണിയൊന്നും അല്ല എന്ന് വെച്ചിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഒരുപാട് പേര് എനിക്കറിയാം പേഴ്സണലി. ഞാനിതിൻ്റെ സത്യാവസ്ഥ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വ്ളോഗിൽ ഞാൻ വരുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് കാലമായിട്ടൊരു വ്ളോഗ് ചെയ്യണം എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ഇതൊന്ന് തുടങ്ങുന്നത്, അപ്പോൾ ഒട്ടനവധി പേരെ ഞാൻ പേഴ്സണലി ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സത്യത്തിൽ ഒരു ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. പക്ഷേ ആ ചാനൽ ഒരു 1000 പേരെ എത്തിക്കുക. നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചിന്തിക്കുക 1K സബ്സ്ക്രൈബേഴ്സ്. അതിനുശേഷം മാത്രമേ നമ്മൾ 4000 വാച്ച് അവറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളൂ, അല്ലേ. അപ്പോൾ ഈ 1K സബ്സ്ക്രൈബേഴ്സ് ആവാന്ന് പറയുന്നത് ഒരു ചെറിയൊരു മാറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിത് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, സ്റ്റഡീസ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്നത്, ഞാനടക്കമുള്ള, അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ ആക്ച്വലി പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ്, അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഒരു 400-500 എത്തി നിന്നിട്ട് വാട്ട് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുന്ന ഒരു യൂട്യൂബർ, അതും അല്ലെന്നുണ്ടെങ്കിൽ 1Kയോട് അടുത്ത് എത്തിയിട്ട് പോലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാതെ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വ്ളോഗ് എന്ന് പറയുന്നത്. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന കുക്കിംഗ് ചാനൽ ആയിക്കോട്ടെ, വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, അവരെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് #ടാഗ്, കണ്ടന്റ്, ഹെഡ്ലൈൻ ഒന്നുമല്ല. ഈ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ വ്ളോഗായിട്ട് ഇടുന്നത്. ഇനി ഷോർട്സ് ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി റൊട്ടീൻ നമ്മുടെ എന്താണോ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, നമ്മുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരികളെ അറിയിക്കുന്നു. ഇത്ര മാത്രമേ വ്ളോഗിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ.
പക്ഷേ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ സത്യാവസ്ഥ പറയാണ്, ഈ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ടായിട്ട് നിൽക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഞാനടക്കമുള്ള അങ്ങനെ പറയാണ്. ആദ്യം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ നമ്മളൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്ന നമ്മുടെ തന്നെ വീട്ടിലുള്ളവരുടെ ഫോൺ എടുത്ത് നമ്മൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യും അല്ലേ. അപ്പോൾ 2 സബ്സ്ക്രൈബർ 3, 4, 5 സബ്സ്ക്രൈബർ എന്നൊക്കെ കാണുമ്പോൾ നമുക്കുള്ളിൽ ഒരു ചെറിയ സുഖമൊക്കെ തോന്നും, എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നേരം പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിന്, നമ്മുടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യും. കൊള്ളാലോടി, നീയെങ്കിലും ഇങ്ങനെ ഒന്ന് തുടങ്ങിയല്ലോ, നിനക്കെങ്കിലും തോന്നിയല്ലോ എന്ന് തോന്നിയിട്ട് അവരുടെ നിന്ന് നമുക്കൊരു മാക്സിമം ഒരു 15, 20, 25 സബ്സ്ക്രൈബർ വരെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഫാമിലീസിന് വാട്സപ്പിൽ തന്നെ പല ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ അച്ഛൻ്റെ ഫാമിലി, അമ്മയുടെ ഫാമിലി, അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അങ്ങനെ ആ ഫാമിലീസൊക്കെ നമുക്കൊരു മൊത്തം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിന്നും നമ്മുടെ ഫാമിലിയിൽ നിന്നും അറൗണ്ട് ഒരു 150 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ടു ബി ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അത്രേ കിട്ടുള്ളൂ. എന്നാലും കിടക്കുന്ന ബാലൻസ് അല്ലേ, ഒരു 1000 ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുക എന്താ, ഫേസ്ബുക്കിൽ നമ്മൾ ലിങ്ക് അയക്കും. എല്ലാവരും ചെയ്യുന്ന, ഞാനടക്കമുള്ള എല്ലാവരും ചെയ്യുന്ന പ്രോപ്പർ വേ ആണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്കോ നമ്മൾ അതിനകത്ത് ഇടും. ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ എൻ്റെ ഒരു അറിവിൽ ഒരു 500 ഫ്രണ്ട്സ് ലിസ്റ്റിൽ താഴെയുള്ള ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് അവിടെ നിന്ന് ഒരു 100 ഫ്രണ്ട്സിന് അല്ലെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും അല്ലേ. എന്താ ഏതാണെന്നൊന്നും അറിയില്ല, പുതിയ ചാനൽ തുടങ്ങിയോ അന്നൊന്ന് നോക്കാമല്ലോ എന്ന് കരുതി കയറുന്നവരുണ്ട്. ചിലപ്പോൾ സബ് ചെയ്തേക്കാം, ചിലപ്പോൾ സബ് ചെയ്യില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് നമുക്കൊരു 100 കിട്ടും. അപ്പോൾ എത്രയായി, 250. ഇത്ര ആയിട്ടുള്ളൂ. ബാക്കി കിടക്കുക 1000 നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഫ്രണ്ട്സിൻ്റെ ഫാമിലീസിൻ്റെ അടുത്തൊക്കെ പറയും, അവരുടെ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ അങ്കിൾ ആൻറ്റി അവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വേറെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് സജസ്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ കൂട്ടുകാരത്തികളോട് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, എടാ വേറെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് ഒന്ന് പ്രൊമോട്ട് ചെയ്യടാ, ഒന്ന് സ്റ്റാറ്റസ് ഇടറാ ഈ ലിങ്ക് എന്നൊക്കെ പറയും. അപ്പോൾ അതും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തുറന്ന് പറയാണ്, ഒരു 20 പേരുണ്ടെങ്കിൽ കൂടി വന്നാൽ ഒരു 10 പേര് സ്റ്റാറ്റസ് ഇട്ടാലായി. എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒന്ന് വച്ച് പിടിച്ചോട്ടെ അല്ലെങ്കിൽ അവളൊന്ന് ക്ലിക്ക് ആയിക്കോട്ടെ എന്ന് കരുതി 10 പേര് ചെയ്താലേ. അപ്പോൾ അവർ ഇങ്ങനെ ചെയ്യും. അതിൽ നിന്നൊക്കെ നമുക്ക് മാക്സിമം ഒരു 400 സബ് അല്ലെങ്കിൽ ഒരു 500-ൽ താഴെ, 500 എന്ന് അല്ലെങ്കിൽ 500 എന്ന് ഞാൻ പറയില്ല കേട്ടോ, തീർത്തും ഞാൻ പറയുന്നില്ല. ബട്ട് എറൗണ്ട് ഒരു 400 നമുക്ക് അല്ലറ ചില്ലറയൊക്കെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സ് നമ്മൾ പേഴ്സണൽ മെസ്സേജ് അയക്കും. പേഴ്സണലായിട്ട് ഇതെൻ്റെ ചാനലാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പോൾ, പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ ഒരു ഇതിൽ ഒരു 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഞാൻ തുടങ്ങിയൊരു ചാനലാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യാവോ, ഒന്ന് സബ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ ഒട്ടുമിക്ക പേരും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 90% ആൾക്കാർ നമ്മൾ പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. അത് ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അയക്കും. ഇനി നമ്മൾ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിമാരൊക്കെ സ്കൂളിലുണ്ടെന്നുണ്ടെങ്കിൽ അനിയത്തിമാരുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർ കോളേജിലാണെങ്കിലും ഇനി നമ്മൾ വർക്കിംഗ് സ്ഥലത്താണെങ്കിൽ അവിടെ നിന്നും കിട്ടും ഒരു 100-150. കുറഞ്ഞത് നമുക്ക് അത്രയും നമ്മൾ ഒപ്പിക്കും എങ്ങനെയാണ് നടന്ന്. അങ്ങനെ ഒരു 500, അതായത് ഒരു 450 കഴിഞ്ഞ് 500-ന്റെ ബോർഡറിൽ നമ്മൾ എത്തുമ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യും, ഇനി ഞാൻ എവിടെ പോയി ഒരു സബിന് വേണ്ടി തെണ്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് അല്ലേ. കാരണം നമ്മുടെ ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ യൂട്യൂബിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള നമ്മൾ അതിൻ്റെ അഡ്മിൻ നമുക്ക് ഇത് എന്താ പറയുക, അവരത് പ്രൊമോട്ട് ചെയ്യില്ല യൂട്യൂബിൻ്റെ. എന്നാൽ പിന്നെ ഒത്തിരി യൂട്യൂബേഴ്സ് വരുമല്ലോ, ഒരു വീട്ടിലിപ്പോൾ ഒരു യൂട്യൂബർ ഉണ്ട്, അപ്പോൾ ഒരുപാട് വരുന്നതുകൊണ്ട് അവരത് പ്രൊമോട്ട് ചെയ്യില്ല. പിന്നെ നമ്മൾ എവിടെ ചെന്ന് നമ്മുടെ ലിങ്ക് ഒന്ന് ഇടണ്ടേ, എവിടെയെങ്കിലും ഒന്ന് കാണിക്കണ്ടേ, ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ, അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പോഴൊക്കെ ഷോർട്സ് ഉണ്ട്. ഞാനൊക്കെ ഇത് തുടങ്ങുന്ന സമയത്ത് ഷോർട്സും ഇല്ല. അപ്പം ഷോർട്സിൽ കൂടെയൊക്കെ നമുക്ക് പെർ ഡേ ഒരു 2 to 3 അല്ലെങ്കിൽ 2 to 5, അതായത് ഞാൻ ഈ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അല്ലാതെ 1 million അടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു 50K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ ഈ വീഡിയോ. എന്നെ വിമർശിക്കും
വിമർശിക്കുന്നവരുണ്ടാവും, എന്നെ അനുകൂലിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം, വിമർശിക്കുന്നവരുണ്ടാവാം. ബട്ട് നെവർ മൈൻഡ്, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രമല്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ട് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അങ്ങനെ ഇത്രയും ചെയ്തിട്ട് നമ്മളങ്ങ് മെനക്കിടം കിടന്നങ്ങ് ഒരു 500 എബവെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചിന്തിക്കുന്നത് എന്താ, എവിടെയെങ്കിലും യൂട്യൂബ് സപ്പോർട്ടേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചിന്തിക്കും. അങ്ങനെ നമ്മൾ യൂട്യൂബ് സപ്പോർട്ടേഴ്സിൻ്റെ ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് ത്രൂ ആണല്ലോ, നമ്മൾ മാക്സിമം സെർച്ചൊക്കെ വരുന്നത് ഫേസ്ബുക്ക് ത്രൂ ആണ്. അപ്പോൾ ഫേസ്ബുക്കിൽ കയറിയിട്ട് യൂട്യൂബ്, മല്ലു യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ കേരള യൂട്യൂബേഴ്സ്, മലയാളി യൂട്യൂബേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പം ഒരുപാട് ഫേസ്ബുക്കിൽ നമുക്ക് ഗ്രൂപ്പുകൾ കാണാൻ പറ്റും. നമ്മൾ അതിനകത്തേക്ക് കയറും, എന്നിട്ട് അതിൽ നമ്മൾ ലിങ്ക് ഇടും. അപ്പോൾ അതിൽ നിന്നൊരു മാക്സിമം ഒരു 5-10 സബ് കിട്ടിയാലായി. ഇത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പേഴ്സണൽ മെസ്സേജസ് വരും നമ്മൾ ഫേസ്ബുക്കിനകത്ത്. സബ് ഫോർ സബ് എന്ന് പറഞ്ഞിട്ട്. ഒരാളും വെറുതെ സബ് ചെയ്യില്ല. അതായത് ഒരു യൂട്യൂബർ വെറുതെ വഴി കൂടെ പോകുന്ന ഒരാളുടെ അടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ അയാൾ ചെയ്യും സപ്പോർട്ട്. അതിനെന്താ മോളെ, ഒരു സബ്സ്ക്രൈബർ അല്ലേ, എൻ്റെ പേഴ്സിൽ നിന്ന് പണമൊന്നും പോകുന്നില്ലല്ലോ, ചിലവൊന്നുമില്ലല്ലോ എന്ന് വെച്ചാൽ ഒരു സബ് തരും. എന്നാൽ പോലും വേറൊരു യൂട്യൂബർ നമുക്ക് സബ് തരുമെന്ന്, വെറുതെ തരുമെന്ന് വിചാരിക്കുകയേ വേണ്ട. ഓക്കെ, നമ്മുടെ സ്ട്രഗിൾ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ ഇത്രക്ക് ചെയ്യുന്നതാണല്ലോ ആ കുട്ടി ഒരു സബ് കൊടുക്കാം, ഞാൻ ഈവൻ ചിലപ്പോൾ പരിചയക്കാർ പോലും തന്നില്ലെന്ന് വരാം. അല്ലെങ്കിൽ നമ്മളെ കാണലേ ഒന്ന് ചെയ്തിട്ട് പിന്നെ പോയി എന്തിനാ ഞാൻ അവൾക്ക്, അങ്ങനെ ചിന്താഗതിക്കാരും ഒട്ടനവധിയുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ സബ് ഫോർ സബ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ ആദ്യമേക്ക് സബ് ഫോർ സബ്, ശരി ഓക്കെ, നമ്മൾ സന്തോഷത്തോടെ ശരി ഞാൻ അവർക്ക് സബ് കൊടുക്കാം, ലൈക്ക് കൊടുക്കാം, കമൻറ്റ് ചെയ്യാം, തിരിച്ചിട്ട് എന്നിട്ട് നമ്മളൊരു സ്ക്രീൻഷോട്ട് അയക്കുന്നു, അങ്ങനെ തിരിച്ച് നമുക്ക് കിട്ടുന്നു. ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രഗിൾ. അപ്പോൾ ഒരു ദിവസം നമ്മൾ ആലോചിക്കും, ഒരു 5 പേർക്ക് സബ് ഫോർ സബ് ചെയ്ത് 5 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുമല്ലോ. പിന്നെ അത് 10 ആവും. പിന്നെ നമ്മൾ ഉറക്കൊളിച്ചിരുന്ന ഒന്നൊരു 20 പേർക്ക് ചെയ്യാം. പിന്നെ കുറേയൊക്കെ സ്പാമിൽ പോകും. നമ്മൾ ഈ സ്പാം മെസ്സേജ് മാക്സിമം നമ്മളുടെ കയ്യിൽ കിട്ടില്ല, നമ്മൾ കാണൂലല്ലോ. അപ്പോൾ ഈ സ്പാമിൽ പോകുമ്പോൾ നമ്മുടെ അത്രയും സബ് നമുക്കത് അവിടെ നഷ്ടമാണ്. നമ്മൾ കാണുന്നില്ല മെസ്സേജൊന്നും, ഇങ്ങനത്തെ ആളുകളുണ്ട്, ഇങ്ങനെ ഓക്കെ റെഡിയാണ് നമുക്ക് സബ് തരാൻ. അങ്ങനെ 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 നമ്മളൊരു 800 900 വരെ എത്തും. ഒരു 800 850 വരെ എത്തുമ്പോൾ നമ്മൾ കുഴയും. ഇനി എന്ത് ചെയ്യും ദൈവമേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിങ്ങനെ സബിന് വേണ്ടി ചെയ്യുമ്പോൾ അപ്പം അന്നേരമാണ് നമ്മൾ യൂട്യൂബേഴ്സിനെയൊക്കെ നോക്കുന്നത്. ആ #, ഇട്ടാൽ 1 മണിക്കൂർ കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കാം, ഈ ഹെഡ്ലൈൻ ഇട്ടാൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിനെ കണ്ടു. അതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയാം. ഞാൻ ഒരു യൂട്യൂബറാണ്, സത്യാവസ്ഥ ഞാൻ പറയുകയാണ്. ഇങ്ങനെ ഒന്നും നമുക്ക് കിട്ടൂല, ആരും നമുക്ക് വെറുതെ ഒന്നും കൊണ്ടു തരൂല. ഈ 10K വരെ, അതായത് ഈ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് നമ്മളുടെ മറ്റുള്ള ഫോണുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളിലേക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു സ്ട്രഗിളുണ്ട്. അതായത് നമ്മൾ ഒരു 100 പേരുണ്ടെങ്കിൽ അതിൽ കുറഞ്ഞത് 50 പേരുടെ ഫോണിലെങ്കിലും നമ്മുടെ ലിങ്ക് ഇങ്ങനെ ഒന്ന് ഷെയർ ആയാലേ മറ്റു 100 പേർക്ക് അതങ്ങനെ കണ്ടിന്യൂറ്റിയിൽ കിട്ടുകയുള്ളൂ. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫേസ്ബുക്കിൽ തന്നെ ഇപ്പോൾ ഗ്രൂപ്പിൽ ഓരോ ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്യും. വാട്സപ്പിലുണ്ട്, ടെലിഗ്രാമിലുണ്ട്. എൻ്റെ അറിവിൽ വാട്സപ്പിലും ടെലിഗ്രാമിലാണ് ഇപ്പം നിലവിലുള്ളത്. ഇൻസ്റ്റയിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ടാസ്ക് എന്ന് പറഞ്ഞിട്ട്, ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്, അതിപ്പോൾ ഷോർട്സിനുണ്ട്. ഇപ്പം ഞാനൊക്കെ ചെയ്തിരുന്ന സമയത്ത് വീഡിയോയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അന്ന് ഷോർട്സ് ഒന്നുമില്ല. അന്ന് നമ്മളൊരു 2 മിനിറ്റ് വീഡിയോ 3 മിനിറ്റ് വീഡിയോ ആണ് നമ്മൾ സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ കയറുക. ഇപ്പം ഈ ഗ്രൂപ്പിൽ 5 മെമ്പേഴ്സ് 10 15 20, ടെലിഗ്രാമിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 100-ന് മേലെ മെമ്പേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ ഓരോ നമ്പർ കൊടുക്കും. അപ്പോൾ അവരുടെ നമ്പറിന് താഴെ അവരുടെ ചാനലിൻ്റെ നെയിം ഉണ്ടാകും. അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് അവരുടെ ചാനലിൽ പോയി അവരുടെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് കണ്ട് ശേഷം നമ്മൾ അവർക്ക് ഇതെല്ലാം സ്ക്രീൻഷോട്ട് അയച്ച് പിന്നെ നമ്മുടെ യൂട്യൂബിലെ വാച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇത്ര പേരുടെ ചാനൽ നമ്മൾ സെർച്ച് ചെയ്തു എന്നുള്ളൊരു തെളിവ്, അതിനുശേഷം ഓരോ വീഡിയോ കണ്ടു എന്നുള്ളതിന് തെളിവ്, ടോട്ടൽ ഹവേഴ്സ് എത്ര, വാച്ച് ടൈം എത്രയൊക്കെ ആയി എന്നുള്ള കറക്റ്റ് വീഡിയോ അടക്കം നമ്മളൊരു സ്ക്രീൻ റെക്കോർഡിംഗ് എടുത്ത് ആ ഗ്രൂപ്പിലേക്ക് അയക്കുമ്പോൾ മറ്റുള്ളവരും അയക്കും. അപ്പം അങ്ങനെ നമുക്ക് സബ് കൂടും. അപ്പം നമ്മളൊരു 10 പേരുടെ ഷോർട്സ് എടുത്ത് നമ്മൾ കണ്ട് അയക്ക്, ലൈക്ക്, കമൻറ്റ്, സബ് ചെയ്യുമ്പോൾ ആ 10 പേരിൽ നമ്മളുണ്ടല്ലോ, നമ്മുടെ പേരും ഉണ്ടാവും. 9-ാമത്തെയോ 10-ാമത്തെയോ ആയിരിക്കും നമ്മളുടെ പേര്. അപ്പം മറ്റുള്ളവരും അത് തന്നെ ചെയ്യും. അപ്പം നമുക്കൊരു പെർ ഡേ 10 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും.
ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തിട്ടാണ് നിലവിലുള്ള എല്ലാ യൂട്യൂബേഴ്സും വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആരും തുടക്കക്കാരെ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ തമ്പനെയിലിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഹാഷ്ടാഗിൻ്റെ പ്രശ്നമോ ടാഗ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഹെഡ്ലൈൻ്റെ പ്രശ്നമോ ഒന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് സബ്സ്ക്രൈബർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ രീതി തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ടെലിഗ്രാമോ വാട്സപ്പോ ഫേസ്ബുക്കോ ഗ്രൂപ്പിൽ കയറുക. അവർക്ക് ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, ടെലിഗ്രാമിലൊക്കെ ഉണ്ടാവും. ടെലിഗ്രാമിലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സേഫ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ടെലിഗ്രാമിൽ എനിക്ക് തോന്നുന്നു വാട്സപ്പിലെ മെമ്പേഴ്സിനേക്കാളും നമ്പേഴ്സ് അധികമായിരിക്കും. അതിനകത്ത് ഒരുപാട് പറ്റുമല്ലോ വാട്സപ്പിനെക്കാട്ടിലും ഒക്കെ. അപ്പം പിന്നെ അതിനകത്ത് വരുന്ന ഈ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, 5 ID 8 ID ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതായത് ഇപ്പം എനിക്കൊരു 8 ID ഉണ്ട്. എൻ്റെ ഒരു അടുത്തൊരു യൂട്യൂബറിന് ഞാൻ 8 IDന്ന് സബ് കൊടുക്കുമ്പോൾ അതേ വ്യക്തി അതേ 8 IDന്ന് എനിക്ക് തിരിച്ച് സബ് തരികയാണ്. അപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് 8 സബ്സ്ക്രൈബേഴ്സാണ് കയറുന്നത്. ഇങ്ങനെ തന്നെയാണ് തുടക്കക്കാരെല്ലാവരും 1Kയും 2Kയും 3Kയും ഒക്കെ ആവുന്നത്. ചിലർ 1K ആകുമ്പോൾ അങ്ങ് നിർത്തും. ഞാനൊക്കെ 1K ആയപ്പോൾ നിർത്തിയിട്ടുണ്ട്. പക്ഷേ അതും കവിഞ്ഞ് 7K 12K ഞാനൊരു റീസെൻ്റ് ആയിട്ടൊരു ഗ്രൂപ്പിൽ ജോയിൻ ആയപ്പോൾ അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഇപ്പോഴത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല. ഞാൻ ഒരു ഇടക്കാലം വെച്ച് ചാനൽ തുടങ്ങി, പിന്നെ ഒന്ന് പകുതിക്ക് ഒന്ന് ലാഗായിട്ട് പിന്നെ കയറിയപ്പോൾ ഇത് എങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പോൾ അതിനകത്ത് ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ 12K 13K സബ്സ്ക്രൈബേഴ്സ് ആയ വരെ സ്റ്റിൽ ഗ്രൂപ്പിൽ ടാസ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടാസ്ക് എന്ന് പറയുന്നത് എന്താ, 10 പേരുള്ള ഗ്രൂപ്പാണെങ്കിൽ അവർ ഡെയിലി ഇടുന്ന ഷോർട്സ് വീഡിയോ നമ്മൾ കാണാം. ഇപ്പൊക്കെ ഷോർട്സ് ആണ്, ലോങ് വീഡിയോ അല്ല. മുൻപൊക്കെ ലോങ് വീഡിയോ ആയിരുന്നു. ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ലോങ് വീഡിയോ ആയിരുന്നു. അങ്ങനെ ഈ ഷോർട്സ് നമ്മൾ കാണുന്നു, ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. അവസാനം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സ്ക്രീൻ റെക്കോർഡ്, പണ്ടൊക്കെ സ്ക്രീൻ ഷോട്ട് ആയിരുന്നു, ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡാണ്. അതായത് നമ്മൾ യൂട്യൂബിൻ്റെ വാച്ച് ഹിസ്റ്ററി ഫുൾ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ടാസ്ക് ചെയ്യാൻ ആരംഭിക്കുന്നു. ടാസ്ക് ചെയ്യാൻ ആരംഭിച്ച് നമ്മളിതെല്ലാം ഒരു 10 പേരുണ്ടെങ്കിൽ അവരുടെ 10 പേരുടെയും ഓരോ ഷോർട്സ് വീതം കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും കൊടുത്തതിന് ശേഷം എല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കുന്നു, നമ്മുടെ യൂട്യൂബ് എടുക്കുന്നു, അക്കൗണ്ടിൽ പോകുന്നു. വാച്ച് ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വീഡിയോസ് നമ്മൾ കണ്ടു എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നു. അതിനുശേഷം എത്ര ടൈം വാച്ച്ഡ് ഉണ്ടാവുമല്ലോ, എത്ര അവേഴ്സ് വാച്ച്ഡ്. അപ്പോൾ ഇപ്പോൾ ഒരു 10 പേരുടെ കണ്ടെങ്കിൽ 10 ഷോർട്സ് അല്ലേ, 10 ഷോർട്സ് കുറഞ്ഞത് എന്താ പറയുക 10 മിനിറ്റ് അല്ലേ, 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത്രയും മിനിറ്റുകൾ അവിടെ കാണിക്കുന്നു. അതിനുശേഷം ഏത് ID ആണെന്ന് കാണിക്കുന്നു. ശേഷം സ്ക്രീൻ റെക്കോർഡ് ഓഫ് ചെയ്യുന്നു. അതായത് 1 മിനിറ്റ് സ്ക്രീൻ റെക്കോർഡ് വീഡിയോ നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ മറ്റുള്ളവരും ഇതുപോലെ നമുക്ക് ചെയ്തു വരുമ്പോൾ പെർ ഡേ അല്ലെങ്കിൽ എവറി ഡേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടത്തൊന്നുമില്ല. കാരണം ഈ ഗ്രൂപ്പിനകത്ത് തന്നെയല്ലേ നമ്മൾ സ്ഥിരം ചെയ്യുന്നത്. അതുപോലെ 10ഉം 15ഉം ഗ്രൂപ്പിൽ ടാസ്ക് ചെയ്യുന്നവരുണ്ട്. 2, 3, 4 ഫോൺ വെച്ച് പഴയ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ തന്നെ പഴയ ഫോൺ മേടിച്ച് വൈഫൈ ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്, അൺലിമിറ്റഡ് ഒക്കെ ആകുമ്പം. അപ്പോൾ അത്രയും ഇത് വെച്ചിട്ട് ടാസ്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ എല്ലാവരും വന്ന് പറയുന്ന, ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനെ അടച്ച് ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഞാൻ അതിൻ്റെ സ്ട്രഗിൾ എനിക്കറിയാവുന്നത് കൊണ്ടാണ്. അതായത് ഓരോ സബ് ഓരോ ലൈക്കൊന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ പെടുന്ന പെടാപ്പാട് അതിൻ്റെ കാണാൻ അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഒരു പക്ഷേ എന്നെപ്പാരി തന്നെയുള്ള യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വിഷമം അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ എത്രത്തോളം നമ്മൾ ടൈം അതിനു വേണ്ടി വേസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഡെയിലി നമ്മുടേതല്ലാത്ത എത്രയോ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ സബ് ചെയ്യുന്നില്ലല്ലോ. അതേ വീഡിയോസ് 2-3 തവണ നമ്മൾ കണ്ടു കഴിയുമ്പം അവരുടെ ന്യൂ അപ്ലോഡ്സ് എല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിൽ വരുന്നുണ്ട്. അതിന് സബ് ചെയ്യണം എന്നാവശ്യമില്ല. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കാണിക്കുക, നമ്മുടെ വീഡിയോസിൽ കാണിക്കുക എന്ന് പറയുന്ന വലിയൊരു ബെനിഫിറ്റാണ്. അത്ര സപ്പോർട്ട് നമുക്കുണ്ട് എന്ന് പറയുന്ന വലിയൊരു ബെനിഫിറ്റാണ്. പരസ്പരം സപ്പോർട്ട് ചെയ്താലും മുന്നോട്ട് പോകാം എന്നുള്ളത് അതിലും വലിയൊരു ബെനിഫിറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ വഴി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വളരെ പ്രഗത്ഭരായിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്റ്റാർട്ടപ്പ് ചെയ്തത്. അവർ 1K ആയാലും ഈ ഒരു ടാസ്ക് ചെയ്യുന്നത് നിർത്തുന്നില്ല. 2K ആയാലും അപ് ടു 10K 15K ആയാലും ഇവർ ഈ ടാസ്ക് ചെയ്യുന്നത് നിർത്തുന്നില്ല. ഏകദേശം ഒരു 30 ഒക്കെ ആയി കഴിയുമ്പം ഏതെങ്കിലും ഒരു 3-4 വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് വൈറലായി കഴിയുമ്പോഴത്തേനും പിന്നെ അവരങ്ങ് നിർത്തും. പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് തുടക്കക്കാരോടും തുടങ്ങിയിട്ട് നിർത്തിയവരോടും 1K ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് കാണുന്നവരും അല്ലെങ്കിൽ ഒരു 700-800 സ്റ്റക്കായിട്ട് നിൽക്കുന്നവരോടുമാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്.
നിങ്ങളുടെ പ്രശ്നമാണ്, തമ്പനെയിലിൻ്റെ ഒക്കെ പ്രശ്നമാണെന്നൊന്നും ചിന്തിക്കാതെ ഇതുപോലെ ഗ്രൂപ്പുകളിൽ കയറിയിട്ട് നിങ്ങൾ സബ് ഫോർ സബ് ചെയ്യുക. അതിൽ കാര്യമുണ്ടോ ഇല്ലയോ, വ്യൂസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. വ്യൂസ് കിട്ടിയാൽ തന്നെ വാച്ചവേഴ്സ് ഒന്നും അങ്ങനെ കയറാൻ പോകുന്നില്ല. അത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല, കാരണം അതൊരു 100% പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. ആ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കയ്യിൽ കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വാലിഡ് പോയിന്റ്. എൻ്റെ ചാനലിൽ ഇത്ര സബ് ഉണ്ട് എന്ന് പുറത്തുനിന്നൊരു വ്യക്തി കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ. എന്നെ അനുകൂലിക്കുന്നവരും എന്നെ പ്രതികൂലിക്കുന്നവരൊക്കെ ഉണ്ടാവാം, പക്ഷേ സത്യാവസ്ഥ ഇത് തന്നെയാണ്. ഇന്ന് വളരെ ഹൈയിൽ നിൽക്കുന്ന വ്ളോഗേഴ്സ് അവരെല്ലാവരുടെയും തുടക്കം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഗ്രൂപ്പുകളിലൂടെയും ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാം, വാട്സപ്പിൽ കൂടെ ഒക്കെ തന്നെയാണ്. ഇപ്പോഴും പരസ്പരം സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സ് വരുന്നത്. അപ്പോൾ പകുതിക്ക് വെച്ച് സ്റ്റക്കായി നിൽക്കുന്നവരൊന്നും അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. ഇനിയും നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് ഇടുക. പിന്നെ മറ്റുള്ളവർ പറയുന്ന പോലെ തന്നെ തംബ്നെയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് നിൽക്കുക. അതുപോലെ നമ്മൾ ടാഗൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടെ എന്താ പറയുക, ഡെവലപ്ഡ് ആയിട്ടുള്ള ടാഗുകൾ, കാര്യങ്ങൾ, വൈറലായിട്ട് വീഡിയോസൊക്കെ വരുന്ന അങ്ങനത്തെ ടാഗുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെയുള്ള ടാഗുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും ചെയ്താൽ മതി. കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എനിക്കൊരു 1K ആയത്. 1.5 വരെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് തന്നെ മടുപ്പായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ഞാൻ എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തു, ഞാനിത് എങ്ങനെ മുൻപോട്ട് പോയി, ഞാനിത് എങ്ങനെ 1Kയിൽ എത്തിച്ചു, ഏതൊക്കെ ഗ്രൂപ്പിൽ കയറി, ആ ഗ്രൂപ്പ് മെമ്പേഴ്സിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിലവിൽ എനിക്ക് പറയാനുള്ളൊരു ഇൻഫോർമേഷൻ, ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയാണ്. നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് സബ്ബില്ലല്ലോ എന്ന് നിരാശപ്പെടേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും മറ്റുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കൂട്ടുന്നത് ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്താണെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതായത് ഞാനിത് കേട്ടറിവോ കണ്ടറിവോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ചാനൽ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എത്ര സബ്സ്ക്രൈബേഴ്സ് എനിക്ക് നിലവിലുണ്ട് എന്നുള്ളത്. 1K ആവാൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിനുശേഷം 2Kയിലോട്ട് എത്താനും 2Kയ്ക്ക് മേലെ പോകാനും ഒക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് ഒരു 1.5 കൊല്ലത്തോളം ഇപ്പം ഞാൻ ഗ്രൂപ്പും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം നമ്മളുടെ ടൈം അതിന് അനുവദിക്കുന്നില്ല, നമ്മുടെ സമയം, നമ്മുടെ ജോലി അതൊന്നും അതിന് അനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ കിട്ടുന്ന പെർ ഡേ ഒരു 2-3 സബ് കിട്ടിയാലായി, അത്രയ്ക്കേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഡെയിലി വീഡിയോസ് ഇടാനും പറ്റാറില്ല. അപ്പം എന്നെപ്പോലെ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് പേര് കാണും, അല്ലെങ്കിൽ ഇതിന് മുൻപ് അങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേര് കാണും. അവർക്കൊക്കെ എന്താണ് പോം വഴി എന്നറിയത്തില്ല. കാരണം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്, തംബ്നെയിൽ, ഹെഡ്ലൈൻ, ടാഗ് ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല, ഇതിങ്ങനെയാണ് എന്നെനിക്ക് നിങ്ങളെ ധരിപ്പിക്കണം എന്ന് തോന്നി. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവാം. ഞാൻ എൻ്റെ ഒരു വീഡിയോസിലും ആരോടും സബ് ചെയ്യാൻ പറയില്ല. ഇഷ്ടപ്പെട്ടാൽ മാത്രം അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ എന്ന് ഞാൻ പറയാറുണ്ട്. ഇപ്പോഴും ഞാൻ അത് തന്നെ പറയാൻ ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.